بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 55 അൽ കഹ്ഫ് സൂറത്തിൽ നിന്നുള്ള 42 മുതൽ ആയത്ത് മുതൽ എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. وأحيط അവൻ ആപത്തിനാൽ വലയം ചെയ്യപ്പെട്ടു. ബി സമരഹി അവന്റെ വരുമാന മാർഗങ്ങളിൽ എല്ലാം തന്നെ. അപ്പൊ എല്ലാ വരുമാനം നിലച്ചുപോയി, സ്തംഭിച്ചുപോയി. കാരണം തോട്ടമെല്ലാം നശിച്ചു. തോട്ടത്തിൽ നന്നായി തഴച്ചു വളരുന്ന ഈത്തപ്പനകളും മുന്തിരിത്തോട്ടങ്ങളും ആയിരുന്നല്ലോ. അതെല്ലാം വരുമാനമെല്ലാം നശിച്ചു പെട്ടെന്ന്. അസുബഹ അപ്പോൾ അവനായി യുക്കല്ലിബു കഫേഹി അവന്റെ ഇരു കൈകളും മലർത്തുന്നവനായി. അലാമ അംഫക്ക ദുഃഖത്താൽ കൈമലർത്തുക എന്ന് പറഞ്ഞാൽ അവന് ദുഃഖം ബാധിച്ചു. അങ്ങനെ കൈമലർത്തുന്നവനായി അലാമ അംഫക്ക ഫിഹ തോട്ടത്തിൽ അവൻ ചെലവഴിച്ചതിന്റെ പേരിൽ. തോട്ടത്തിൽ സമ്പത്ത് ചെലവഴിച്ചു, അവന്റെ അധ്വാനം ചെലവഴിച്ചു. ഇത് രണ്ടും വളരെയധികം ചെലവഴിച്ചത് കാരണമായിട്ട് അവൻ ദുഃഖിതനായി. ഇനി എന്തു ചെയ്യും, എല്ലാം നശിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം അവനെ പിടിപെട്ടു. വഹിയ ഹാവിയത്തുന്ന ഈ തോട്ടമാണെങ്കിൽ ഹാവിയത്തുന്ന ഉറൂഷ്യ അതിന്റെ പന്തലോട് കൂടെ വീണ് കിടക്കുകയാണ്. അതിന്റെ റൂഫെല്ലാം തകർന്ന് ചുമരിന്റെ മേൽ അല്ലെങ്കിൽ മതിലുകളുടെ മേൽ പതിച്ചിരിക്കുകയാണ്. യഹൂദ് എന്നിട്ട് അവൻ പറയാ യാ ലൈതനി, അവൻ വിലപിക്കുക. പറയലല്ല, വിലപിക്കുക. എന്ത്? യാ ലൈതനി, ഞാനാണെങ്കിൽ നന്നായിരുന്നു. ലം ഉശ്രിക്ക്, ഞാൻ ശിർക്ക് വെക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലാഹ് റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അഹദൻ, ആരെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ ഞാൻ ഒരു സാലിഹായ മനുഷ്യനായി, എൻ്റെ സഹോദരനെ പോലെ സാലിഹായ ഒരു മൂമിനായിട്ട് ഞാൻ ജീവിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഇവിടെ സന്ദർഭം. ഇതിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. ഹലക്കത്ത് ജന്നത്തുഹു ബിൽ കുല്ലിയ, അവന്റെ തോട്ടം അമ്പേ നശിച്ചുപോയി. വസ്തവലാലയിൽ ഹറാബു വദ്ദിമാറു, ആ തോട്ടത്തിന് നശീകരണം അതിനെ പിടികൂടി. അതിന്റെ വിളവിലും വസ്യമാരി അതിന്റെ വരുമാനത്തിലും. അങ്ങനെ അവൻ അവന്റെ രണ്ട് കൈകളെയും മലർത്തുകയാണ് ദുഃഖത്താൽ. അസഫം ഹുസ്ന, ദുഃഖത്താൽ. അല മാലിഹിൽ ലാഹി, അവന്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിന്റെ മേലും. ജുഹദിഹി ദാഹിബ്, അവന്റെ ഇല്ലാതെയായിപ്പോയ പരിശ്രമങ്ങൾക്കും, ഫലമില്ലാതായിപ്പോയ പരിശ്രമങ്ങൾക്കും. കാരണം അവൻ കൈമലർത്തുകയാണ് ദുഃഖിതനായിട്ട്. പിന്നെ അവന്റെ ഹാവിയത്തൻ അല ഉറൂഷിഹ, ആ പന്തലെല്ലാം വീണ് കിടക്കുകയാണ്. അതിന്റെ റൂഫ് ആകെ തകർന്ന് തരിപ്പണമായി. അപ്പോ എല്ലാം കൊണ്ടും നശിച്ചു. അവൻ ഖേദപൂർവം വിലപിക്കുകയാണ്. യതമന്നാലം യകുൻ, അവൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കത് ഗഫറന്നാമത്ത, അള്ളാഹു ചെയ്ത നേമത്തുകളെ അവൻ നിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിക്കുകയാണ്. എന്നാൽ ഖേദം കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ സമയത്ത് നദമുൻ ഹീനലായം നദം, ഖേദിച്ചുകൊണ്ട് ഫലമില്ലാത്ത സമയത്തായിപ്പോയി അവന്റെ ഖേദം. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു 43-ാമത്തിൽ, വലം തകുല്ലഹു ഫിയത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറാ,
വലം തക്കുല്ലഹു അവനുണ്ടായില്ല ഫിയത്തുൻ ഒരു സംഘവും ഉണ്ടായില്ല. തക്കുൻ ഖാന യക്കൂനു ഖാന എന്ന ഫേലിന്റെ വകഭേദമാണ് ലം തക്കുൻ എന്ന് പറഞ്ഞത്. ഉണ്ടായില്ല എന്നർത്ഥം. ഖാന നാക്കിസാവുമ്പോഴാണ് ആയില്ല എന്നർത്ഥം വരിക. ഇവിടെ ഖാന താമാണ് തക്കുൻ. നാക്കിസാവുമ്പോൾ ഇസ്മു ഖബർ ഉണ്ടാവും. താമാവുമ്പോൾ ഒരു ഫായില് മാത്രമേ ഉണ്ടാവുള്ളൂ. വലം തക്കുൻ അവൻ ഉണ്ടായില്ല ലഹു ഫിയത്തുൻ ഒരു സംഘവും. അപ്പൊ ഫിയത്തുൻ എന്നുള്ളത് ഖാനയുടെ ഫായിലാണ്, ഇസ്മു ഖബർ അല്ല ഇവിടെ. വലം തക്കുൻ ലഹു അവനുണ്ടായില്ല ഫിയത്തുൻ ഒരു സംഘവും ഉണ്ടായില്ല. ഖാന താമാവുമ്പോൾ ഫായിൽ ഉണ്ടാവും. അതുകൊണ്ട് ഫിയത്തുൻ എന്നുള്ള ഫായിലാണ്. വലം തക്കുൻ ലഹു അവന് ഉണ്ടായില്ല ഫിയത്തുൻ ഒരു സംഘവും യൻസുറൂനഹു അവനെ സഹായിക്കാൻ പര്യാപ്തമായ ഒരു സംഘവും മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരു സംഘവും അവനുണ്ടായില്ല. വമാ കാന അവനാവുകയും ചെയ്തില്ല മുന്തസിറ സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞവനുമായില്ല. ഈ നശിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും നിലക്ക് സഹായിക്കാൻ ആളുകളുണ്ടോ? ഇവൻ വലിയ പൊങ്ങച്ചം അഹങ്കരിക്കുകയൊക്കെ ചെയ്തതോ ആ മുഅ്മിനായ മനുഷ്യനോട്? അവൻ അഹങ്കരിക്കുകയും ചെയ്തല്ലോ അവന്റെ സഹോദരനോട്. അന അക്സർ മിങ്ക മാലം വലത, ഞാൻ നിന്നേക്കാൾ സമ്പത്ത് കൂടിയവനാണ്, ആൾബലം കൂടിയവനുമാണ്, സന്താനങ്ങളും സമ്പത്തും കൂടിയ ആളാണ് ഞാൻ നിന്നേക്കാൾ, നീ ദരിദ്രനാണ് എന്ന് പറഞ്ഞ് സഹോദരനെ പുച്ഛിച്ചു തള്ളിയിരുന്നു, വല്ലാതെ അവഹേളിച്ചിരുന്നു. അങ്ങനെയുള്ള ആളായിരുന്നു അവൻ, ഈ കാഫിറായ സഹോദരൻ. അപ്പോ അവനിപ്പോ ആരും സഹായിക്കാനില്ല. വലം തക്കുല്ലഹു ഫിയത്തു യൻസുറൂന, അവനെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ആ ആയത്തിന്റെ തഫ്സീറാണ് പറയുന്നത്, ലം തക്കുല്ലഹു ജമാഅത്തുൻ തൻസുറുഹു, അവനെ സഹായിക്കാനുള്ള ഒരു സംഘവും ഉണ്ടായില്ല. തദ്ഫഉ ഹലാക്ക്, വിപത്തിനെ അവനിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും ആരും ഉണ്ടായില്ല. വമാ കാന ബിനഫ്സിഹി മുംതനിഅൻ, അവൻ സ്വയം ഈ വിപത്തിനെ തടുക്കാനും കഴിഞ്ഞില്ല. അവന് ഇന്തിഖാമില്ലാഹി തആല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവന് സ്വയം പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. അള്ളാഹിന്റെ ശിക്ഷ വന്നാൽ ആർക്കാ കഴിയുക സ്വയം പ്രതിരോധിക്കാൻ? ആർക്കും കഴിയില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവൻ അപ്പോൾ അഹങ്കരിച്ച പോലെ ഒരാളും ഇവനുണ്ടായില്ല എന്നുള്ളത്. ഒമാക്കാന മുന്തസിറ, അവൻ സ്വയം പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ അവൻ അകപ്പെട്ടു പോയപ്പോൾ ഫലം തംഫഉൽ അശീറത്തു വൽ വലദു, അവന്റെ കുടുംബാദികളോ അവന്റെ മക്കളോ സന്താനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ അവനെ സഹായിക്കാനൊന്നും ഉണ്ടായില്ല. അള്ളാഹുവിന്റെ ശിക്ഷയെ അവനിൽ നിന്ന് പ്രതിരോധിക്കാൻ അവന് കഴിഞ്ഞതുമില്ല. 24-ാമത്തെ ആയത്താണ് ഇനി. ഹുനാലികൽ വലായത്തു ലില്ലാഹിൽ ഹഖ് വ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബാ. ഹുനാലിക അവിടെ, അൽ വലായത്തു രക്ഷിക്കാനുള്ള കഴിവ് ലില്ലാഹി അല്ലാഹുവിന് മാത്രമാണ്, അൽ ഹഖ് യാഥാർത്ഥ്യമായ അല്ലാഹുവിന് മാത്രമാണ് സഹായിക്കുവാനുള്ള കഴിവും അധികാരവും. ഹുവ അല്ലാഹു ഖൈറുൻ സവാബൻ, അവന്റെ പ്രതിഫലം വളരെ വിശിഷ്ടമാണ്. ഖൈറുൻ ഉഖ്ബാ, അവൻ നൽകുന്ന പര്യവസാനവും വളരെ വിശിഷ്ടമാണ്. ഹുനാലിക്കൽ വലായത്തു. ഇനി ഇതിന്റെ 44-ാമത്തെ ആയത്താണ് ഇപ്പോൾ വായിച്ചത്. ഇത് ഇനി ഇതിന്റെ തഫ്സീറാണ് പറയുന്നത്. ഫീദാലിക്കൽ മഖാമി വഫീ തിൽക്കൽ ഹാൽ, ആ സന്ദർഭത്തിലും അതേ സ്ഥലത്തും തക്കൂനു നുസ്റത്തു ലില്ലാഹ്, സഹായിക്കാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. വഹ്ദഹു, ഏകനായ അല്ലാഹുവിന് മാത്രം. ലാ യഖ്ദിറു അലൈഹാ അഹദുൻ, മറ്റൊരാൾക്കും അതിന് കഴിയുകയില്ല തന്നെ. ഫഹുവൽ വലിയ്യു, ആയതുകൊണ്ട് അല്ലാഹുവാണ് രക്ഷിതാവ്. ഹഖ്, ഹക്കായ രക്ഷിതാവ് അല്ലാഹുവാണ്. അല്ലദീ യൻസുറു ഔലിയാഅഹു, അവന്റെ ഇഷ്ടദാസന്മാരെ സഹായിക്കുന്ന രക്ഷിതാവ് അവൻ മാത്രമാണ്. അല്ലാഹു ഖൈറുൻ സവാബാ,
അള്ളാഹു പ്രതിഫലം വളരെ വിശിഷ്ടമായ പ്രതിഫലം തരുന്നവനാണ്. ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് അള്ളാഹു നൽകുന്ന പര്യവസാനവും വിശിഷ്ടമാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചു കഴിഞ്ഞവർക്ക്, ജീവിച്ചവർക്ക്. 44-ാമത്തെ ആയത്ത് അത് കഴിഞ്ഞു. ഇനി 45-ആണ്. وَاضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. وَاضْرِبْ لَهُمْ അവർക്ക് വിവരിച്ചു കൊടുക്കണം. നബിയോട് പറയാം, അല്ലാഹു പ്രവാചകനോട്, നബിയെ തങ്ങൾ വിവരിച്ചു കൊടുക്കുക അവർക്ക്. മസലൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ ഉപമ നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. അത് ഏതുപോലെയാണ്? കമായിൻ, വെള്ളം പോലെയാണ്. അൻസൽനാഹു, വെള്ളത്തെ നാം ഇറക്കി. മിനസ്സമായി, ആകാശലോകത്ത് നിന്ന് നാം ഇറക്കി. ഫഖ്തലത ബിഹി, അങ്ങനെ ആ വെള്ളം കാരണമായിട്ട് ഇടകലർന്നു വളർന്നു വന്നു. നബാത്തുൽ അർദി, ഭൂമിയിലെ സസ്യാദികൾ മുഴുവനും. ഫഅസ്ബഹ, അതായി തീർന്നു. ഹശീമൻ, ധൂളിയായി തീർന്നു, ഉണങ്ങിയിട്ട്. സസ്യാദികൾ മുളച്ചുണ്ടായി വളരെ നന്നാർക്ക് വളർന്നു വന്നു, പിന്നെ അതെല്ലാം ഉണങ്ങിപ്പോവുക. തദ്റൂഹു റിയാഹ്, അത് പിന്നെ അതിനെ, ആ ധൂളിയായതിനെല്ലാം കാറ്റ് വന്നപ്പോൾ അതെല്ലാം പാറിപ്പറന്നു പോയി, ധൂളിയായി മാറി. വകാനല്ലാഹു, അല്ലാഹു തആല ആകുന്നു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിന്റെ മേലും മുഖ്തദിറ, കഴിവുള്ളവനാകുന്നു. അപ്പോ ഒരു ഉദാഹരണം ഇവർക്ക് വിവരിച്ചു കൊടുക്കാൻ അല്ലാഹു റസൂലിനോട് പറയാം. അത് വെള്ളത്തിന്റെ ഉദാഹരണം. അല്ലാഹു ആകാശത്തു നിന്ന് ഇറക്കിയ മഴ, ആ മഴയിൽ ഭൂമിയെല്ലാം ഫലഭൂയിഷ്ടമായി വെള്ളം കൊണ്ട്. അങ്ങനെ അതിൽ സസ്യാദികൾ മുളച്ചു പൊന്തി. അത് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് തുരുമ്പായി മാറുക, ഉണങ്ങിയിട്ട്. ഈ തുരുമ്പ് കാറ്റ് വീശിയപ്പോൾ ധൂളിയായി പറന്നു പോകാൻ തുടങ്ങി. ഇടത്തും വലത്തും പറന്നുപോയി, അങ്ങനെ ആവുക. അപ്പൊ ഇതിലിപ്പോ എന്താണ് അവശേഷിച്ചത്? ഒന്നും അവശേഷിച്ചിട്ടില്ല. വെള്ളവും അവശേഷിച്ചിട്ടില്ല. വേറെ ഒരു പുണ്യവും ആർക്കും ഉണ്ടായില്ല. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. ഇതുപോലെയാണ് ഐഹിക ജീവിതം. യാതൊരു ഒരു കാര്യവുമില്ലാത്ത ജീവിതമാണ്. അതെല്ലാം നശിച്ചു പോകും, അതെല്ലാം ധൂളിയായി പോകും. ഒരു കാര്യവും ഇല്ലാത്ത സ്ഥിതിവിശേഷമാണ് അതുണ്ടാവുക. അപ്പോ ഇതിൽ അകപ്പെട്ടു പോകുന്നത്, ഈ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നത്, ദുന്യാവിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നത് വിവരമില്ലാത്തവരും വിഡ്ഢികളും മാത്രമാണ് എന്നാണ് ഈ ആയത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തഫ്സീർ ആദാമസലുൻ ആഖർ, ഇത് വേറൊരു ഉദാഹരണമാണ്. മുമ്പ് ജന്നത്തൈനി എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറഞ്ഞല്ലോ നമ്മൾ. രണ്ട് ഉദാഹരണങ്ങളും, രണ്ട് തോട്ടങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. അതുകൂടാതെ വേറൊരു ഉദാഹരണം കൂടിയാണ് അവർക്ക് വിവരിച്ചു കൊടുക്കാനുള്ളത്. ഈ വഞ്ചിക്കുന്ന ദുന്യാവിന്റെ ഉദാഹരണം. അത് സാദൃശ്യമുണ്ട് രണ്ട് തോട്ടത്തിനോട്. മസലൽ ജന്നത്തൈനി, രണ്ട് തോട്ടത്തിനോട് സാമ്യമുള്ളതാണ്, നശിക്കുന്നതിലും അത് നീങ്ങിപ്പോകുന്നതിലും. അതുകൊണ്ട് ഇതിന്റെ മീനിങ്, ഇദ്രിബ് യാ മുഹമ്മദ്, നബിയെ തങ്ങൾ വിവരിച്ചു കൊടുക്കണം, ലിന്നാസി, ജനങ്ങൾക്ക്, മസലൽ ഹാദിഹിൽ ഹയാത്തി, ഈ ജീവിതത്തിന്റെ, ഈ ഐഹിക ജീവിതത്തിന്റെ ഉദാഹരണം. ഫീ സവാലിഹ, അത് ഇല്ലാതെയായി പോകുന്നതിലും, ഫനായിഹ, അത് നശിച്ചു പോകുന്നതും, വങ്കിദായിഹ, അതെല്ലാം കഴിഞ്ഞു കിടക്കുന്നതും. ബിമാഇൻ, വെള്ളത്തോട് മുമ്പിക്കുക. നസല മിനസ്സമായി, ആ വെള്ളം ആകാശത്തു നിന്നിറങ്ങി. ഫഹറജ ബിഹിൻ നബാത്ത്, അങ്ങനെ സസ്യാദികൾ
ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള അത് എന്നിട്ടോ തൻസിഫുഹുറിയ, അത് അതിനെ കാറ്റ് ധൂളിയാക്കി, ദാത്തൽ യമീനി ദാത്തൽ ഷിമാലി, ധൂളിയാക്കിയിട്ട് ഇടത്തും വലത്തും ഇങ്ങനെ പാറിപ്പറന്ന് പോയി കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്ന ഈ വെള്ളത്തിനോട് സാമ്യപ്പെടുത്തുക അല്ലാഹു ഖാദിറാണ് അല്ലാഹു നശിപ്പിച്ചു കളയാനും വല്ലഹയായി ജീവിപ്പിക്കുവാനും കഴിവുള്ളവനാണ്. ലാ യുഅ്ജിസുഹു ശൈഉൻ, അവനെ ഒന്നും അശക്തമാക്കുകയില്ല. ശൈഉൻ ഫിൽ അർളി, ഭൂമിയിലും വലാ ഫിസ്സമാ, ആകാശത്തും ഒരു കാര്യവും അവനെ അശക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവുമില്ല എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് 45-ാമത്തെ ആയത്താണ് ഇപ്പോൾ എടുത്തത്. 46 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.